അതുപോലെ തന്നെ നാളെ പ്രത്യേകം നോമ്പ് നോക്കൊരു സുന്നത്തുണ്ട്. സുന്നത്താക്കപ്പെട്ട ദുൽഹിജ്ജയിലുള്ള ആദ്യത്തെ ദിവസമായ നാളത്തെ നോമ്പിനെ ഞാൻ നോൽക്കാൻ ഞാൻ നെയ്യത്താക്കുന്നു എന്ന് നെയ്യത്ത് വെച്ചാൽ മതി. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അപ്പൊ ആ ഒരു സംഭവം പ്രത്യേകം ശ്രദ്ധിക്കണം. ദുൽഹിജ്ജ 1 മുതൽ 9 വരെ ഒരാൾ നോമ്പ് നോറ്റാൽ ഖബറിൽ വെളിച്ചമുണ്ടാകുമെന്ന് സുഫിയാനി സൗരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞാനത് മറ്റവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ മജ്ലിസിൽ. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് ദിക്റുകൾ ഒരുപാട് അധികരിപ്പിക്കണം. ഏറ്റവും വലിയ ദിക്ർ എന്ന് വെച്ചാൽ ഒരുപാട് ദിക്റുകളുണ്ട്. മണിക്കൂറുകളോളം ഒരാൾ 3 വട്ടം ഒരു ദിക്ർ ചൊല്ലിയാൽ മണിക്കൂറുകളോളം അല്ലാഹു തആല ദിക്ർ ചൊല്ലിയതിന്റെ പ്രതിഫലം നൽകും. ബഹുമാനപ്പെട്ട ജുവൈരിയ റളിയല്ലാഹു അൻഹ അവർ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്. ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ സുബഹി നിസ്കാരത്തിന് ശേഷം ദിക്ർ അങ്ങനെ ചൊല്ലിക്കൊണ്ട് എങ്ങനെ ഇരിക്കുകയാണ്. റസൂലുള്ള നിസ്കാരം കഴിഞ്ഞിട്ടാണ് പോയി. റസൂൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഏകദേശം ളുഹാന്റെ സമയം കഴിഞ്ഞിട്ട് ആണ് റസൂലുള്ള തിരിച്ചു വരുന്നത്. അപ്പൊ കുറെ നേരം അവിടെ ഇരിക്കുകയാണ് ആര്? ജുവൈരിയ റളിയല്ലാഹു അൻഹ. അപ്പോ ജുവൈരിയ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ് റസൂലുള്ള, അല്ലയോ ജുവൈരിയ, നിങ്ങള് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ നിങ്ങൾ അവിടെ ഇരിക്കുകയാണോ, അഥവാ വീണ്ടും ഏതെങ്കിലും പണിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പൊ അല്ല, ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോ ജുവൈരിയ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ള പറഞ്ഞു, ഞാനാകെ 3 ദിക്റേ ചൊല്ലിയിട്ടുള്ളൂ, 3 വട്ടം ചൊല്ലിയിട്ടുള്ളൂ. ആ 3 വട്ടം ചൊല്ലിയതും നിങ്ങളിപ്പോ ഈ മണിക്കൂറുകളോളം ചൊല്ലിയതിന്റെ പ്രതിഫലം ഈ 3 വട്ടം ചൊല്ലിയ ഈ ഒരു ദിക്റിനുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെച്ചോളി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വസിനത അർശിഹി വമിഖ്ദാരിഹി വമിദാദി കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വസിനത അർശിഹി വമിദാദി കലിമാതിഹി എന്നുള്ള ഒരു ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അതിൽ ഒന്ന് വിട്ടുപോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് നമുക്കൊന്ന് ക്ലിയർ ആക്കാം. അല്ലാഹു തആല നമുക്കൊക്കെ ഒരുപാട് അമലെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി, അതുണ്ട് കേട്ടോ, വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഏത്? ഒന്നുകൂടി ചൊല്ലിക്കോളിം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി, പിന്നെ വസിനത അർശിഹി വമിദാദ കലിമാതിഹി എന്നുള്ള ഈ ദിക്ർ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റായി നിങ്ങൾ കേട്ടാൽ മതി. ഇതൊരു 3 പ്രാവശ്യം ജീവിതത്തിൽ ചൊല്ലിയാൽ, എല്ലാ ദിവസവും ചൊല്ലി, എന്നാൽ അല്ലാഹു തആല നമുക്ക് തരുന്നത് മണിക്കൂറുകളോളം ദിക്ർ ചൊല്ലിയതിന്റെ പ്രതിഫലമാണ്. അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഹദ്ദാദ് റാത്തിബിലേക്ക് കടക്കുകയാണ്. അല്ലാഹു ഈമാൻ സലാമത്താക്കി അല്ലാഹു തആല നമ്മളെ ഖബൂലാക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ആയത്ത് ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് ഓതുമ്പോൾ ആ ഖുർആനിന്റെ അവിടെ ഒരു 3 അടുപ്പ് പോലത്തെ രണ്ട് പ്രാവശ്യം വരുന്ന അടുപ്പ് പോലത്തെ 2 പ്രാവശ്യം വരുന്ന 3 പുള്ളികളുള്ള അവിടെ ഒരു നിയമമുണ്ട്. ആ നിയമം എന്താ അറിയോ?
ഏതെങ്കിലും ഒരു ഭാഗത്ത് അവിടെ നിർത്തണം എന്നാണ്. ഒന്നുകൂടി നമുക്ക് ഓതാം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും സ്ഥലത്ത് നിർത്തണം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി